ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും എല്ലാവരും നമ്മുടെ കൂടെ കാണുകയില്ല. നമ്മൾ സ്നേഹിച്ച, നമ്മൾ കരുതിയ പല ആളുകളും നമ്മളെ വിട്ടുപോകും. നമ്മുടെ കൂടെ ജീവിതകാലം മുഴുവൻ ചേർന്ന് നിൽക്കുമെന്ന് നാം ചിന്തിച്ച ചിലരെല്ലാം നമ്മളെ ഉപേക്ഷിച്ചു പോയേക്കാം. അപ്പോൾ നമുക്ക് മാനുഷികമായി നിരാശയും ബുദ്ധിമുട്ടും ഉണ്ടാകും. നമ്മൾ വിശ്വസിച്ച പല ആളുകളും നമ്മളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തേക്കാം. അത് മറ്റെന്തിനേക്കാളും കൂടുതൽ ആഘാതം നമ്മുടെ ഉള്ളിലേക്ക് പകരും. ജീവിതത്തിൽ നാം മാത്രമല്ല ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. പല ആളുകളും ഇതേ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരാണ്. നമ്മൾ വിശ്വസിച്ച പലരും നമ്മളെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഒരിക്കലും ഉണങ്ങാൻ കഴിയാത്തൊരു മുറിവായിട്ട് അത് ശേഷിക്കും. അപ്പോസ്തലനായ പൗലോസ് 2 തീമോഥെയോസിന് ലേഖനം എഴുതുമ്പം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. തീത്തോസ് ദൽമാത്തിക്ക് പോയി. തൊട്ട് അടുത്തൊരു വാക്യത്തിൽ വീണ്ടും ഓർപ്പിക്കുകയാണ്, 14-ാം വാക്യത്തിൽ, അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ പൗലോസ് കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. താനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന ചിലരെല്ലാം തന്നെ വിട്ടുപോയി. ദേമാസും തീത്തോസും എല്ലാം വിട്ടുപോയി. അതേസമയം അലക്സാണ്ടർ ദോഷം ചെയ്തു. വിട്ടുപോകുന്നവരെങ്ങനെങ്കിലും പൊക്കോട്ട്. ഈ ദോഷം ചെയ്യുന്നവർ വളരെ ബുദ്ധിമുട്ടാണ്. മാനസികമായി നമുക്കതിനോട് യോജിക്കാൻ പോലും കഴിയത്തില്ല. നമ്മൾ സ്നേഹിച്ച പലരും ദോഷം ചെയ്തു. ഇദ്ദേഹം പറയുകയാണ്, അലക്സാണ്ടർ ദോഷം ചെയ്തു. ആരും തൻ്റെ കൂടെ ഇല്ല എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. ജീവിതത്തിൽ ഇതുപോലെ ആരും തുണ നിൽക്കാതെ ഒറ്റപ്പെട്ടു പോയ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? കുടുംബക്കാരും ചർച്ചക്കാരും ബന്ധുക്കളും എല്ലാം നിങ്ങളെ വിട്ടുമാറി നിങ്ങൾ ഒറ്റയ്ക്കായിപ്പോയി. നിങ്ങൾ തെറ്റുകാരനാണ്, തെറ്റുകാരിയാണെന്ന് മുദ്ര എഴുതി എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയൊരു സാഹചര്യം. ഇനിയും ജീവിക്കേണ്ട, എല്ലാം കഴിഞ്ഞു, തീർന്നുപോയി എന്ന് കരുതിയ ഒരു സമയം ഉണ്ടായിട്ടില്ലേ? പൗലോസിനും അതുപോലെ ചിന്താക്കുഴപ്പമുണ്ടായി, നിരാശയുണ്ടായി. അദ്ദേഹം പറയുക, എനിക്ക് ആരും തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അതെ, പലരും മാറിപ്പോയി. എന്നാൽ തനിക്കൊരു ധൈര്യമുണ്ട്. അതിൻ്റെ 17-ാം വാക്യത്തിൽ താൻ പറയുക, കർത്താവോ എനിക്ക് തുണ നിന്നു. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ സാഹചര്യത്തിൽ ഇന്ന് നിങ്ങൾ ജീവിക്കുന്നതിന് കാരണം കർത്താവ് തുണ നിന്നതുകൊണ്ടാണ്. എല്ലാവരും മാറുമ്പോഴും എല്ലാവരും കൈവിട്ടു പോകുമ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴും ഒരു ബോധ്യം ഉണ്ടാകണം, കൈവിടാത്ത ഒരു കർത്താവ് നിങ്ങൾക്ക് തുണ നിൽക്കും, നിങ്ങളുടെ കൂടെ നിൽക്കും. കോടതിയിലായിക്കോട്ടെ, ജയിലിലായിക്കോട്ടെ, ആശുപത്രി കിടക്കയിലായിക്കോട്ടെ, കർത്താവ് നിങ്ങൾക്ക് തുണ നിൽക്കും. ദൂതന്മാർ ഇറങ്ങി വരും. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആശുപത്രിയിൽ കിടന്ന ചില ദിവസങ്ങൾ. എന്നെ സഹായിക്കാൻ ആരുമില്ലാത്തപ്പോൾ ദൈവദൂതന്മാരെ പോലെ ഭാഷ പോലും അറിയാൻ വയ്യാത്ത പലരും കടന്നു വന്നിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അതെ, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ നിരാശപ്പെടേണ്ട. നിങ്ങൾ ഒറ്റയ്ക്കല്ല, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നൽകുന്ന വാഗ്ദത്തം ഇതാണ്, ഐ വിൽ നോട്ട് ലീവ് യു നോ ഫോർസേക്ക് യു. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, ആരും എൻ്റെ കൂടെയില്ല, എനിക്ക് കഴിവില്ല, എനിക്കിനി സാമർഥ്യമില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ നിരാശപ്പെടേണ്ട. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളെ കൈവിടത്തില്ല. അവൻ നിങ്ങൾക്ക് തുണ നിൽക്കും. എല്ലാ കാലത്തും അവൻ നിങ്ങളെ ചേർത്ത് നിർത്തും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്തൊരു ദൈവം ഇന്ന് നിങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും പകരട്ടെ. കർത്താവെ, ഞങ്ങളുടെ പ്രിയ സഹോദരി, പ്രിയ സഹോദരനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, പ്രിയ മാതാവിനെ ഏൽപ്പിക്കുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി, നിരാശപ്പെട്ടു പോയി, ആരും കൂടെയില്ല, ആരും കൂടെയില്ലാതെ ഒറ്റയ്ക്കായിപ്പോയി. എന്നാൽ കർത്താവ് തുണ നിൽക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. മരിക്കണ്ട, ജീവിച്ചിരിക്കണം. ജീവിച്ചിരുന്ന കർത്താവിൻ്റെ പ്രവൃത്തികളെ കാണണം. കർത്താവ് വലിയ പ്രത്യാശയും ധൈര്യവും ഞങ്ങളുടെ പ്രിയ സ്നേഹിതർക്ക് പകരണം. ധൈര്യത്തോടെ അവരെ നിർത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.